നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. സ്വകാര്യ അന്യായം ഇല്ലാതായോ? പ്രൈവറ്റ് കംപ്ലൈൻറ്റ് അഥവാ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുവാനുള്ള ക്രിമിനൽ കേസുകളിലെ വാദികളുടെ, പരാതിക്കാരൻ്റെ അവകാശം പുതിയ നിയമസംഹിത വന്നതോടുകൂടി ഇല്ലാതായി എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധിവരെ ഈ കാര്യത്തിൽ ശരിവയ്ക്കാമെങ്കിലും മുൻപുണ്ടായിരുന്ന 156(3), 202 എൻക്വയറി എന്നിവയൊക്കെ ഈ സാഹചര്യത്തിലും വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് പ്രൊവിഷൻസ് നോക്കേണ്ടി വരും. ഇത്തവണ നമുക്ക് 175(3) അനുസരിച്ചാണ്, അതായത് പഴയ 186(3) അനുസരിച്ച് പോലീസിന് അയച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ പോലീസിനെ കേസെടുക്കാൻ ഉത്തരവ് നൽകിക്കൊണ്ടുള്ള ആജ്ഞ കൊടുക്കേണ്ടത് 175(3) വകുപ്പ് അനുസരിച്ചാണ്. ഇതിനുള്ള അന്യായം നൽകേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വകുപ്പ്. അത് ശരിക്കു പറഞ്ഞാൽ 173 വകുപ്പിലാണ് കോഗ്നൈസബിൾ കേസുകളിലെ വിവരം നൽകേണ്ട. അതായത് 173 വകുപ്പ് അനുസരിച്ച് പോലീസിനെ ആ വിവരം അറിയിക്കാം രണ്ട് തരത്തിൽ. ഒന്ന് വാക്കാൽ നൽകാം, മറ്റൊന്ന് 3 ദിവസം മുമ്പ് അത് എഴുതി രേഖപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ വാക്കാൽ നൽകാം. ഇതിൽ ഈ എഴുതി രേഖപ്പെടുത്തി നൽകുന്ന പരാതി അതനുസരിച്ച് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെ പരാതി നൽകിയിട്ട് അതിൽ അതൃപ്തനാണെങ്കിൽ ആ ആളിന് 173 ഉപവകുപ്പ് അനുസരിച്ച് ഈ സംഗതി എഴുതി ബൈ പോസ്റ്റായിട്ട് ജില്ലാ പോലീസ് ചീഫിന് അയച്ചു കൊടുക്കാം. ആ സ്റ്റെപ്പ് മാൻഡേറ്ററിയാണ്. അങ്ങനെയുള്ള ഒരു പരാതിയുടെ രസീത് ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് 175(3) പ്രകാരം കോടതിയെ സമീപിച്ച് ഈ പരാതി പോലീസിലേക്ക് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് ഉത്തരവ് നൽകിക്കാൻ സാധിക്കൂ എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് മജിസ്ട്രേറ്റിനെ പഴയതുപോലെ തന്നെ കോടതിയുടെ ഉത്തരവ് സഹിതം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനായിട്ട് കൊടുക്കാം. ഇതിനൊരു അപവാദം തോന്നുന്നത് 223 വകുപ്പ് ഈ അന്യായത്തോട് കൂടി ചേർക്കുമ്പോഴാണ്. 223 വകുപ്പ് അനുസരിച്ച് കോഗ്നൈസൻസ് എടുക്കുമ്പോൾ, അതായത് ഹർജി പരിഗണിക്കുമ്പോൾ മാനസികമായ അപ്ലൈ, അതായത് മൈൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മജിസ്ട്രേറ്റ് ആ മൈൻഡ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്, കോഗ്നൈസൻസ് എടുക്കുന്നതിന് മുൻപ് പ്രതിയായിട്ടുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകണമെന്ന് മാൻഡേറ്ററി ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് സ്വകാര്യ അന്യായം നമ്മൾ 175(3) അനുസരിച്ച് ഫോർവേഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 223 വകുപ്പ് ചേർത്താൽ അതിൽ മാൻഡേറ്ററി ആയിട്ട് നോട്ടീസ് എതിർകക്ഷിക്ക് പോകേണ്ടി വരും. അപ്പോൾ 223 വകുപ്പ് ചേർക്കേണ്ടതില്ല. പകരം 225 വെച്ചിട്ട് ആ ക്ലോസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ മൊഴിയെടുത്ത് സ്വന്തമായിട്ട് കേസെടുക്കാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനും സാധിക്കും. അപ്പോൾ നിലവിൽ മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും സ്വകാര്യ അന്യായങ്ങൾക്ക് വന്നിട്ടില്ല. എങ്കിലും ഒരു സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിക്കുമ്പോൾ, കോഗ്നൈസൻസ് എടുക്കുമ്പോൾ എതിർകക്ഷിക്ക് നോട്ടീസ് വേണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. നന്ദി, നമസ്കാരം.